പാവ്ബജി മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് എടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് എടുക്കണം. ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് എടുക്കാം. ഒരുവിധം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പാവ്ബജി മസാല തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ്. നമ്മൾ അപ്പോഴേ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടെ സ്മാഷ് ചെയ്ത് വെച്ചതാണ്. ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം, അല്പം മല്ലിത്തഴ, തക്കാളി, ബട്ടർ, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കസ്തൂരി മെത്തി, കാശ്മീരി ചില്ലി പൗഡർ, പാവ്ബജി മസാല വാങ്ങാൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്പം എണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, റെഡ് ഫുഡ് കളർ. ഇത്രയും കാര്യങ്ങളാണ് പാവ്ബജി മസാല തയ്യാറാക്കാനായിട്ട് വേണ്ടത്. കൂടാതെ പാവ് ബണ്ണും അല്ലെങ്കിൽ സാധാരണ ബണ്ണായാലും മതി. ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഉണ്ടാവുള്ളൂ. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് ആദ്യം ഒന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ മയപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് മിക്സ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി. അത് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പാവ്ബജി മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിത്തഴ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ച് എടുക്കണം. അടകൂല് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് സ്മാഷർ ഉപയോഗിച്ചോ ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒന്നും വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം നല്ല ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് മുഴുവനായും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/2 ടീസ്പൂൺ പാവ്ബജി മസാല. നമ്മൾ അപ്പോഴേ പച്ചക്കറിയിൽ 1/2 ടീസ്പൂൺ പാവ്ബജി മസാല ഇട്ടു. ഇതിലേക്കും 1/2 ടീസ്പൂൺ പാവ്ബജി മസാല കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്കും അല്പം കസ്തൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് മാറ്റി വെച്ചിരുന്ന പച്ചക്കറി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്മാഷറോ ഉപയോഗിച്ചിട്ട് ഇതൊന്നുകൂടെ നല്ലപോലെ ഒന്ന് ഉടച്ച് എടുക്കാം. ഒരു 2-3 മിനിറ്റോളം നല്ലതുപോലെ നമുക്കിതൊന്ന് സ്മാഷ് ചെയ്ത്
എടുക്കാം. അതുപോലെ സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കൂടെ മല്ലിത്തഴ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വാട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ പാകമാണോ നോക്കാം. അല്പം ഉപ്പ് വേണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അല്പം കൂടെ ഗ്രേവി ലൂസാവണം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കൂടെ മല്ലിത്തഴ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ബട്ടർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാവ് ബജി മസാല തയ്യാറായി. ഇനി നമുക്ക് ബണ്ണൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് അല്പം ബട്ടറും അതിലേക്ക് കസ്തൂരി മേത്തി അല്പം അരിഞ്ഞ മല്ലിത്തഴ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ബൺ മുറിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ ബണ്ണ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള പാവ് ബജി മസാല തയ്യാറായി.